ഓൾ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ജന്മാഷ്ടമിക്ക് വേണ്ടി ഞങ്ങളുടെ കുഞ്ഞിക്കണ്ണനെ ഒരുക്കുന്ന വീഡിയോ ആണ്. മോന് 8 മാസം പ്രായമായി കുറേശ്ശൊക്കെ ഇരിക്കാനൊക്കെ തുടങ്ങിയ സമയത്താണ് കേട്ടോ ഈ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് അവനെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. കുഞ്ഞി മക്കളെ ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത് മോനെ ഇതിന് വേണ്ടിയിട്ട് റെഡിയാക്കി എടുത്തപ്പോഴാണ് കേട്ടോ. ഒരുക്കി കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ ആദ്യമേ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കൃഷ്ണന് മാത്രമല്ല രാധേനെയും കൂടി റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. മുമ്പേ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഇരുന്നുകൊണ്ട് ഫോട്ടോഷൂട്ടിന് ആവശ്യമായിട്ടുള്ള ഒരു സാധനങ്ങളും നമ്മുടെ കയ്യിലുണ്ടായിരുന്നില്ല. PVC പൈപ്പിനകത്ത് ഗിഫ്റ്റ് പേപ്പർ വെച്ച് കവർ ചെയ്തിട്ടാണ് ഓടക്കോയിൽ റെഡിയാക്കി എടുത്തത്. അതൊക്കെ ഞങ്ങളുടെ ബ്രദറാണ് ചെയ്തത്. ഒരുക്കുന്ന പരിപാടികളൊക്കെ കുറച്ച് എളുപ്പമായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ മോൻ ഉറങ്ങിയ സമയത്ത് കുറച്ച് തിലകൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ആൾ ഉറങ്ങി എണീറ്റപ്പോഴത്തേനും പരത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ക്രീമൊക്കെ ക്ലോത്തിനകത്താക്കിയിട്ടാണ് അതൊക്കെ റിമൂവ് ചെയ്തത്. നമ്മുടെ തൊട്ടപ്പുറത്തുള്ള വീട്ടിലെ മോളെയാണ് രാധയാക്കാനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചെയ്യണമെന്നൊന്നും പ്ലാൻ ഉണ്ടായിരുന്നില്ല. ആൾ കളിക്കാനായിട്ട് വന്നായിരുന്നു. അപ്പോഴാണ് നമ്മളിങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾക്ക് നല്ല ഇൻട്രസ്റ്റായി. അപ്പോൾ പിന്നെ രാധയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. നെറ്റിയിൽ തിലകം വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് മോന് 2 പൊട്ടിട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവൻ്റെ ധോത്തി ഒന്ന് ഫിക്സ് ചെയ്യാനാണുള്ളത്. ഇത് ചെയ്തു കൊടുക്കുന്ന ആർക്കും ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. പിന്നെ നമ്മൾ മുണ്ടൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ ശരിക്കും ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. അതുകൊണ്ട് തന്നെ യൂട്യൂബിനകത്ത് നോക്കിയിട്ട് കണ്ടിട്ടാണ് ഇപ്പോൾ ചെയ്തു കൊടുക്കുന്നത്. അമ്മ എക്സ്ട്രാ വരുന്ന ബ്ലൗസ് പീസസ് ഒക്കെ എടുത്ത് വയ്ക്കാറുണ്ട്. അപ്പോൾ അതിനകത്തു നിന്നാണ് മോന് ധോത്തി സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ക്ലോത്ത് കിട്ടിയത്. ഇനി അടുത്ത പരിപാടി മോന് ഓർണമെൻറ്റ്സ് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഞങ്ങളുടെ കയ്യിൽ ഇവിടെ ഏകദേശമൊക്കെ കൃഷ്ണന് സ്യൂട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഓർണമെൻറ്റ്സ് ഉണ്ടായിരുന്നതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നെക്ലേസ് ടൈപ്പൊക്കെയാണ്, പക്ഷേ ഹെവി ആയിട്ട് വെയിറ്റ് വരുന്നതുകൊണ്ട് കുറച്ച് സിമ്പിളായിട്ടുള്ളതൊക്കെയാണ് സെലക്ട് ചെയ്തത്. ഇത് നമ്മൾ ശബരിമല അമ്പലത്തിലൊക്കെ പോകുമ്പോഴൊക്കെ മുമ്പ് വാങ്ങാൻ കിട്ടുമായിരുന്നില്ലേ, ആ ഒരു കളർഫുള്ളായിട്ടുള്ള ചെയിനൊക്കെയാണ്. അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ധോത്തി റെഡിയാക്കി കൊടുക്കാനാണ് ഞങ്ങൾ ഏറ്റവും അധികം ടൈം സ്പെൻഡ് ചെയ്തത്. യൂട്യൂബ് ട്യൂട്ടോറിയൽസ് ഒക്കെ കണ്ടിട്ടാണ് ചെയ്തു തുടങ്ങിയതെങ്കിലും അവസാനമായപ്പോൾ ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ളൊരു രീതി കണ്ടുപിടിച്ചിട്ടുണ്ട്. ധോത്തി ഒന്ന് അവിടെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ അരയുടെ ഭാഗത്തൊരു ഓർണമെൻറ്റേഷനും വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ അവിടെ വേണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ബെൽറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ബെൽറ്റ് എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ഡ്രസ്സിൻ്റെ കൂടെ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നതിനിടയിലും ആളിടയ്ക്കിടയ്ക്ക് വാശി പിടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. രാധയെ കുറേയൊക്കെ ഞങ്ങൾ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അവൾ സ്വന്തം ചെയ്യുന്നുണ്ട്. മോൾക്ക് പറ്റിയ ഭാഗത്തിൽ നമ്മുടെ കയ്യിൽ വളയും ചുമക്കും ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് വലിയ സൈസിലുള്ളതാണ് എല്ലാം ഇട്ടത്. കൈയുടെ മുകൾ വശത്തായിട്ട് ഒരു ഓർണമെൻറ്റും കൂടി ഇടുമല്ലോ, തോൾവള അല്ലെങ്കിൽ ആംലെറ്റ് എന്നൊക്കെയാണ് തോന്നുന്നു ഇതിന് പറയുക. അതൊന്നും നമ്മുടെ കയ്യിലില്ലായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു നെക്ലേസ് എടുത്തിട്ട് കയ്യിലിങ്ങനെ വെച്ചു കൊടുക്കുകയാണ് ചെയ്തത്. കൃഷ്ണന് ഒട്ടും ഇഷ്ടമല്ലാതെ നമ്മൾ നിർബന്ധിച്ചിട്ടാണ് ഈ ഒരു മേക്ക് ഓവർ ചെയ്യുന്നതെങ്കിൽ രാധ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. നല്ല ഇഷ്ടമുണ്ടായിരുന്നു മേക്ക് ഓവർ ചെയ്യാനായിട്ട്. പിന്നെ നന്നായിട്ട് കാണിച്ചൊക്കെ തരുന്നുണ്ടായിരുന്നു. നമ്മൾ ഫേസിൽ ഉപയോഗിക്കുന്ന പൗഡറിനകത്തേക്ക് കുറച്ച് വെള്ളം മിക്സ് ചെയ്തെടുത്തിട്ടാണ് ഫേസിൽ ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നത്. അമ്മ സിന്ദൂരൊക്കെ ഇടാനായിട്ട് യൂസ് ചെയ്യുന്ന ശിങ്കാർ എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഇതിൻ്റെ കൂടെയൊക്കെ ഓരോ ഡോട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ശരിക്കും യൂസ് ചെയ്യാമെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ പൗഡർ വെച്ചിട്ടും വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടൊക്കെ ചെയ്തത്. പക്ഷേ അത് നന്നായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ റെഡും കൂടി ഇങ്ങനെ ഇടുന്ന സമയത്ത് സ്പ്രെഡായി കിടക്കുന്നത്. ഈ ഒരു പ്രായത്തിലൊക്കെ ഉള്ള മക്കളെ കുറച്ച് ബുദ്ധിമുട്ടിയിട്ട് വേണം നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട്. എന്നാലും റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ്, നല്ല ക്യൂട്ടായിട്ടിരിക്കും. കുറച്ച് നേരം കൊണ്ട് മോൻ നല്ല കൂളായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അവൻ്റെ ഫേസിലും കുറച്ച് ഡോട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷെ അത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ ആൾ നല്ല വാശിയാണ്. ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴും പിന്നെ അവനെ കുറച്ച് റിലാക്സ് ആവാൻ സമയം കൊടുത്തിട്ട് പിന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപാട് നേരം പിടിച്ചിട്ടാണ് ഈ ഫേസിലുള്ള ഡോട്ട്സൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ആളത് ഒറ്റയടിക്ക് തന്നെ കൈ വെച്ച് തുടച്ച് കളഞ്ഞു. ചുണ്ടിന് താഴെയായിട്ട് പരത്തിയിട്ടുള്ള ഡോട്ട്സൊക്കെ ഒന്ന് തുടച്ചു കൊടുത്തു. ഇനിയിപ്പോൾ വീണ്ടും ഇട്ട് കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചു. കാരണം മോൻ നന്നായിട്ട് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അതുകൊണ്ട് ഇത്രയും മതിയെന്ന് വിചാരിച്ചിട്ട് കണ്ണിൻ്റെ 2 സൈഡിലും 2 ഡോട്ട് വീതം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ കുഞ്ഞി കൃഷ്ണൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള കൃഷ്ണൻ്റെ മേക്ക് ഓവർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് കൃഷ്ണൻ്റെ തലയിൽ വെക്കാനുള്ള ഒരു പഗ്ഡിയാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇതെങ്ങനെയാണ് റെഡിയാക്കാമെന്നൊന്നും അറിഞ്ഞുകൂടാ. നമുക്കറിയാവുന്ന പോലെ എന്തൊക്കെയോ ചെയ്യുകയാണ്. അങ്ങനെ ഇതാ രാധ സുന്ദരിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതാണ് രാധയുടെ ഫൈനൽ ലുക്ക്. കൃഷ്ണൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ്.
രണ്ടുപേരും റെഡിയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല രസമായിട്ടുണ്ട് കാണാനായിട്ട്. രാധയുടെ കോസ്റ്റ്യൂം ഇട്ടേക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ കൊച്ചു തന്നെയാണ്. മോളുടെ പേര് നൈനിക എന്നാണ്. അവൾ വരുന്ന സമയത്ത് തന്നെ സ്കേർട്ടും ടോപ്പൊക്കെ ഇട്ടിട്ടാണ് വന്നത്. അപ്പോൾ നല്ല ട്രഡീഷണൽ ലുക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ ഒരു ഷോൾ മാത്രമാണ് ഞങ്ങൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഈ ഫോട്ടോഷൂട്ടിൽ എടുത്തിട്ടുള്ള നല്ല ഫോട്ടോസ് എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിൽ. ഫോട്ടോസ് എടുക്കാൻ പോസ് ചെയ്യുന്നതിനിടയിൽ ഞാൻ എടുത്തേക്കുന്ന കുറച്ച് വീഡിയോസും കൂടി ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നേക്കരുത്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.